സംസ്ഥാന വ്യാപകമായി സമരം കടുപ്പിക്കാൻ ആശമാരുടെ സംഘടന കേരള ആശ ഹെൽത്ത് വർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ആലപ്പുഴ മലപ്പുറം കലക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തും. കോൺഗ്രസും പോഷക സംഘടനകളും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 18ാം ദിവസത്തിലേക്ക് കടന്നു. സർക്കാർ സമരത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയോട് സിപിഐക്കുള്ളിലും എതിർപ്പുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ ആരംഭിച്ച സമരത്തിന് ഇന്ന് 18 ദിവസം തികയുകയാണ്. രാവിലെ സമരപ്പന്തൽ പതിയെ സജീവമായി തുടങ്ങുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 18 ദിവസവും വലിയ പങ്കാളിത്തം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാപ്രവർത്തകരുടെ പങ്കാളിത്തം സമരവേദിയിൽ കണ്ടതാണ്. കൂടാതെ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവിധ സംഘടനകളുടെ ജനപ്രതിനിധികളുടെ പൊതുജനങ്ങളുടെയൊക്കെ വലിയ പിന്തുണ സമരത്തിന് ലഭിച്ചതും നമ്മൾ കണ്ടതാണ്. വലിയ മികച്ച ഒരു സംഘാടനം സമരത്തിന്റെ ഭാഗമായി നടന്നു എന്ന് തന്നെ പറയാം. ഈ സമരവേദിയിൽ എത്തുമ്പോൾ ഒരിക്കൽ പോലും സജീവമല്ലാത്ത സമരവേദിയെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. എപ്പോഴും ചെറിയ കലാപരിപാടികൾ പിന്തുണയർപ്പിക്കാൻ എത്തുന്ന ആളുകളുടെ സംസാരങ്ങൾ, അങ്ങനെ വളരെ മനോഹരമായ ഒരു സമരം സംഘടിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു കാഴ്ച കൂടി ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾക്കപ്പുറം ഒരു മനോഹരമായ സമരം എന്ന നിലയിൽ തന്നെ ആശാ വർക്കർമാരുടെ സമരം വിലയിരുത്താം എന്ന് തോന്നുന്നു. രാവിലെ പതിയെ സമരസമിതി സജീവമാകുന്നതേ ഉള്ളൂ. സമരവേദിയിൽ പതിയെ ആളുകൾ പത്രം വായിച്ചിരിക്കുന്നു. ഇവിടെ പത്രം വായിച്ചിരിക്കുന്നത് സമരസമിതിയുടെ നേതാവ് കൂടിയായ ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി, എനിക്ക് ചോദിക്കാനുള്ള ഈ സമരത്തിന്റെ ഒരു സംഘാടനത്തെ കുറിച്ചാണ്. വളരെ ഭംഗിയായി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് സംഘാടനം എന്ന് പറഞ്ഞാൽ ഈ സമരം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആശമാരുടെ പങ്കാളിത്തം കൊണ്ടാണ്, അവരുടെ നിലപാട് കൊണ്ടാണ്, അവരുടെ അടിയുറച്ച തീരുമാനം കൊണ്ടാണ്. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ തയ്യാറായി വന്ന ആ മനക്കരുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രകൃതി നമ്മളോട് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ വളരെ വലിയ പ്രതികൂലമായ ഒരു അവസ്ഥയുണ്ട്. പുറത്തു നിന്നും ഭരണമുന്നണിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങൾ, നമുക്കെതിരായിട്ടുള്ള നടപടികളുമുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്ന ഈ സമൂഹം ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും, അത് ഇന്നലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇവിടെ വന്നിന്ന് നമുക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ടാക്സി ഡ്രൈവർമാർ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വെള്ളവും മറ്റു കാര്യങ്ങളും തരുകയാണ്. സമൂഹത്തിലെ താഴെത്തട്ട് മുതൽ ഉയർന്ന നിലകളിൽ നിൽക്കുന്ന ആളുകൾ വരെ എല്ലാവരും ഇവിടേക്ക് വന്ന് ഞങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയാണ്. പല ആളുകൾക്കും ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നാലും ഫോണിലൂടെയും അല്ലാതെയും നമുക്ക് മറ്റ് സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്നു. മാധ്യമങ്ങൾ നമ്മളെ പിന്തുണയ്ക്കുന്നു. ഇതെല്ലാം നമുക്ക് കരുത്താണ്. ആ കരുത്തുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കരുത്തുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെയും കൂടുതൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ആരോഗ്യ വകുപ്പ് ഇന്നലെ ഇറക്കിയ സർക്കുലർ കത്തിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ കോൺഗ്രസ് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ബജറ്റ് സമ്മേളനം പുനരാരംഭിക്കുന്ന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം പുനരാരംഭിക്കുന്ന മാർച്ച് 3-ന് സംസ്ഥാനത്തൊട്ടാകെ വിവിധ സമരപരിപാടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ മാർച്ച് 3-ന് നിയമസഭയിലേക്ക് ആശാവർക്കർമാരുടെ ഒരു മാർച്ചും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 3-ന് നിയമസഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ പ്രക്ഷുബ്ധമാകും ആശാപ്രവർത്തകരുടെ സമരം എന്നുള്ളതാണ്. അതിനിടയിൽ ആശാപ്രവർത്തകരുടെ സമരത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇടതു മുന്നണിക്കുള്ളിൽ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നു. CPIക്ക് അക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെന്ന് ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ആ നിലയിൽ ഈ പറയുന്ന നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, വീക്ഷിക്കുന്നത് എന്ന് പറയാം.